കുറെ നെല്ലിക്ക വേണം മരുന്നിനോ. എന്ത് പറ്റി? കാലുവേദന, നടക്കാൻ വയ്യ. നെല്ലിക്ക എവിടെ കിട്ടും? എളുപ്പന്മാറയുടെ അടുത്തുണ്ട്, ഞങ്ങൾ കൊണ്ടുവരാം. അത് വേണ്ടക്കൂ. മറ്റാരുടെയെങ്കിലും സഹായം തേടുന്നത് എന്റെ അനിയന് ഇഷ്ടപ്പെടില്ല. അതും നടക്കുന്ന മട്ടില്ല. അവന് എന്തു ജോലിക്കും ഒരു ത്രിൽ വേണമത്രേ. അതെ, ത്രില്ലുള്ള ജോലി അവൻ ചെയ്യും. നെല്ലിക്ക വറുക്കലിൽ എന്തു ത്രില്ല്? ശരിയാ, ത്രില്ലുള്ള ജോലി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനൊരു മൂഡ് കിട്ടില്ല. നെല്ലിക്ക വറുക്കുന്നതിൽ ത്രില്ലുണ്ട്, പറഞ്ഞു തരാം. ഗുഹയിലുള്ളവർ കാണാതെ വേണം നെല്ലിക്ക വറുക്കാൻ. ആരെങ്കിലും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ചേട്ടനെ കണ്ടാൽ കുഴപ്പമാവും. ഇപ്പൊ ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ നെല്ലിക്ക വറുക്കാൻ പോകുകയാ. ആവശ്യത്തിന് നെല്ലിക്കയായി, ഒരുത്തനും കണ്ടില്ല. ഓഹോ, അവൻ തന്നെ ജോലി ചെയ്തു അല്ലേ? ഗുഹയിൽ നിന്ന് ആരും വരാത്തത് ഭാഗ്യം. ആഹാ, അതിനാ ഗുഹയിലാരും താമസമില്ല. ഓഹോ, അത് നല്ല ബുദ്ധി. പിടിച്ചേ. നിങ്ങളെ തിന്നാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത്ര വലിയ കുരുട്ട് ബുദ്ധികളെ തിന്നാൽ വയറുവേദന പിടിക്കും. പിന്നെ ഞങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നു? ശിക്ഷിക്കാൻ പോകുന്നു. ഇത്രയും കാലം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചതിനാ ശിക്ഷ. ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. എന്താണ് ശിക്ഷ? ആദ്യം അക്കുവിനെ എങ്ങനെ എടുത്തു ഈ കുഴിയിലെറിയും. എന്നിട്ട് ഇക്കൂനെയും എടുത്ത് കുഴിയിലെറിയും. അങ്ങനെ അത് കഴിഞ്ഞു. വേണ്ട വേണ്ടെന്ന് വിചാരിച്ചാൽ പിള്ളേര് സമ്മതിക്കില്ല. അവന്മാരെ ശിക്ഷിച്ചപ്പോ എന്തൊരാശ്വാസം. ചേട്ടാ, ഇതോര്? ഞാൻ ഇക്കു അല്ല, അക്കുത്തിക്കു എന്ന് പറയണം. അക്കുത്തിക്കുവോ? അതെ, തല ഇക്കുവിൻ്റെതാണെങ്കിൽ അരയ്ക്കു താഴെ അക്കുക, അതാണ് അക്കുത്തിക്കു. ഒന്നും മനസ്സിലായില്ലോ. എന്തോ പ്രശ്നം? ഈ ചേട്ടന്മാര് ആദ്യം അക്കുവിനെ കുഴിയിലെറിഞ്ഞു, പിന്നെ എന്നെയും കുഴിയിലെറിഞ്ഞു. അക്കുവിന്റെ തലയിലാ ഞാൻ ചെന്ന് വീണത്. വീഴ്ചയുടെ ശക്തിയിൽ ഞങ്ങൾ രണ്ടും ഒട്ടിപ്പോയി. അതോടെ തല എന്റെയും കാല അക്കുവിന്റെയുമായി പോയി. നുണ, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കുമെന്നേ, ഇതാ സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇല്ല, സംഭവിക്കില്ല. സംഭവിക്കും സംഭവിക്കും സംഭവിക്കും. ഇല്ല ഇല്ല ഇല്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് നിങ്ങൾ തെളിയിക്കണം. തയ്യാറാണോ? തെളിയിക്കാം. ശരി, നോക്കട്ടെ. ആദ്യം വെട്ടനെ എറിയാം, പിന്നെ വെട്ടന്റെ തലയിൽ കുത്തനെയും എറിയാം. ഇല്ല കുത്തിക്കു, അവന്മാര് രണ്ടും ഒട്ടിയില്ല. എന്നാ പിന്നെ ഞാൻ പറഞ്ഞതായിരിക്കും തെറ്റ്. ബുദ്ധിമുട്ടിച്ചെങ്കിൽ സോറി ചേട്ടാ, പിന്നെ കാണാം. സോറി ചേട്ടന്മാരെ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത്. ചിലപ്പോൾ